ഐശ്വര്യ റായ്, അമിതാഭ് ബച്ചൻ്റെ മരുമകൾ, അഭിഷേക് ബച്ചൻ്റെ ഭാര്യ. പലർക്കും ഇന്ത്യൻ സൗന്ദര്യത്തിൻ്റെ ഐക്കൺ എന്നൊക്കെയാണ് ചിലർ ഐശ്വര്യ റായിയെക്കുറിച്ച് പറയാറുള്ളത്. അതെന്തോ ആവട്ടെ. പക്ഷേ ചിലരൊക്കെ ചോദിക്കും, നീ എന്ത് ഐശ്വര്യ റായിയോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു പ്രയോഗം പോലും ഉണ്ട്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് പ്രിയങ്ക ഗാന്ധിയോട് എനിക്ക് പറയാനുള്ളത് ഐശ്വര്യ റായിയെ കണ്ടുപിടിക്കണമെന്നാണ്. കാരണം പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ പലസ്തീനികൾക്ക്, ഗാസയിലെ ഹമാസ് ഭീകരന്മാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ഒരു ബാഗ് തൂക്കിയിരുന്നു. റിയർ ടു സീ, നദി മുതൽ കടൽ വരെ എന്ന് പറയുന്ന ഒരു പലസ്തീനികളുടെ അല്ലെങ്കിൽ ഹമാസിൻ്റെ മുദ്രാവാക്യമാണ്. നദി മുതൽ, ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെ പലസ്തീനികളുടെ ആവണം, ഇസ്ലാമിൻ്റെ ആവണം എന്നാണ് നദി മുതൽ കടൽ വരെയുള്ള എന്നുള്ള മുദ്രാവാക്യത്തിൻ്റെ ആശയം. അത്രയും സ്ഥലം ആവുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഇസ്രായേൽ ഇല്ല, ജൂതന്മാരെ തുടച്ചു നീക്കണം. നദി മുതൽ കടൽ വരെ പലസ്തീൻ ആവുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലികളെ മുഴുവൻ കൊല്ലണം, ജൂതന്മാരെ മുഴുവൻ കൊല്ലണമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. ആ സന്ദേശമുള്ള ബാഗും തൂക്കിയാണ് പ്രിയങ്ക വന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ പഹൽഗാമിൽ ഭീകരർ മതം ചോദിച്ച് ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരക്കുറി മായ്ച്ച ഒരു സംഭവം ഉണ്ടായി. പക്ഷേ പാർലമെൻറ്റിൽ ഒരു സിന്ദൂരക്കുറിയുള്ള ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒരു ബാഗെങ്കിലും ഇന്ത്യൻ സർക്കാർ നടത്തിയ നടപടിയാണല്ലോ. ഇന്ത്യയിലെ ഒരു MP എന്ന നിലയിൽ പ്രിയങ്ക ഗാന്ധിക്ക് അങ്ങനൊരു ബാഗ് തൂക്കി വരാൻ കഴിയുമോ? അല്ലെങ്കിൽ റോബർട്ട് വാദ്ര ഇപ്പോൾ ഹിന്ദു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സിന്ദൂരക്കൊടി തൊട്ട് പ്രിയങ്കയ്ക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്തുണ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഐശ്വര്യ റായി കാൻ ഫെസ്റ്റിവലിൽ, ഓസ്കാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചലച്ചിത്ര മേളയാണ് കാൻ ഫെസ്റ്റിവൽ. കാൻ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത ഐശ്വര്യ റായിയുടെ ചിത്രം വൈറലാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്തുണ പ്രഖ്യാപിച്ച് ഐശ്വര്യ റായി സീമന്തരേഖയിൽ സിന്ദൂരമണിഞ്ഞാണ് വന്നത്. ഇത് നമ്മുടെ നാട്ടിലെ പത്രങ്ങളിലൊന്നും വാർത്തയല്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിച്ചു, കാണേണ്ടവർ കണ്ടു, പറയേണ്ടവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഭാരത സ്ത്രീകളുടെ അഭിമാനം, ഇന്ത്യയുടെ അഭിമാനം ലോകത്തിൻ്റെ വേദിയിൽ സിന്ദൂറിൻ്റെ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ, സിന്ദൂരക്കുറിയുടെ ഖ്യാതി വിളിച്ചറിയിക്കാൻ ഐശ്വര്യ റായി ബച്ചൻ തയ്യാറായിരിക്കുന്നു. അഭിമാനമാണ്. അതെ അതെ. ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ഈ പ്രിയങ്കയുടെ ബാഗില്ലേ, വേറൊരു അവാർഡ് ചടങ്ങിൽ കേരളത്തിൽ നിന്നുള്ളൊരു നടി കനി കുസൃതി, അവരും അതൊക്കെ എന്തിനു പറയുന്നു സാർ? ഈ പലസ്തീൻ അങ്ങയുടെ സുഹൃത്തല്ലേ ഈ മൈത്രേയൻ എന്ന് പറഞ്ഞാൽ? അല്ലല്ലേ? അല്ല, എന്നെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത് സാർ. സാധു മനുഷ്യനാണ്. ഇല്ല, അവർക്കും എന്തോ വലിയ അവാർഡൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പത്രങ്ങളിലൊക്കെ കണ്ടിരുന്നു. ഇതെന്താന്ന് വെച്ചാൽ ഈ കാൻ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ക്ലാസ് ആയ സിനിമകളുടെ ഫെസ്റ്റിവലാണ്. മറ്റേ ഓസ്കർ എന്ന് പറയുന്നത് കച്ചവട സിനിമകളുടെ ആണ്. അത് മാറി വരുന്നേ ഉള്ളൂ. അപ്പൊ ഈ സ്ഥലത്ത് രണ്ടാമത്തെ തവണയാണ് ഐശ്വര്യ റായ് നമ്മൾ ആ ചുവപ്പ് പരവതാനിയിൽ അവരെ കാണുന്നത്. അപ്പോൾ ഈ സിന്ദൂരമണിഞ്ഞ് നമ്മൾ കണ്ടത് അവരെ ഒരു ഐവറി സാരിയിൽ, അത് കഴിഞ്ഞ് ചുവപ്പ് പരവതാനിയിൽ അവര് ഒരു കറുത്ത ഗൗണിൽ, ആ ഗൗണും കേപ്പ് അതിൻ്റെ കൂടെ ചേർന്ന് ഒഴുകുന്ന ഭാഗം, ആ കേപ്പില് ഭഗവത്ഗീതയിൽ നിന്നുള്ള ഒരു ശ്ലോകം എഴുതിയിരുന്നു. അതാണ് ഈ നമ്മുടെ സംസ്കൃതി അവർ ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ. സിന്ദൂരവും ഭഗവത്ഗീത എന്നുള്ളൊരു ശ്ലോകം ആ ഗൗണിൻ്റെ കേപ്പിലും ഉണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ല, അത് ഞാൻ കണ്ടില്ല. സിന്ദൂരക്കുറിയുടെ മാത്രം അറിയാം. പക്ഷെ മറ്റൊന്നുകൂടെയുണ്ട്, നമ്മുടെ പൈതൃകം അവർ ഉയർത്തിപ്പിടിച്ചു. അവർ ധരിച്ചിരുന്ന കദ്വ ബനാറസി ഹാൻഡ്ലൂം സാരിയാണ്, കൈത്തറി സാരിയാണ്. അതാണ് ആ വാരാണസിയിൽ നിന്നുള്ളതാണ്, കൈത്തറി ആയിരുന്നു, കൈത്തറി വസ്ത്രം. അപ്പം അതില് ഭഗവത്ഗീതയിൽ നിന്ന് ഉള്ള ശ്ലോകം രേഖപ്പെടുത്തിയിരുന്നത് കർമ്മണ്യേവാധികാരസ്ഥെ മാ ബലേഷു കഥാചന മാ കർമ്മബല ഹേതുർഭൂമാതോ സങ്കോത്സ്വ കർമ്മണി. ഇത്രയും എഴുതിയിരുന്നു അതിൻ്റെ അകത്ത്. നിങ്ങൾ ഫലം ഇച്ഛിക്കാതെ കർമ്മങ്ങൾ ചെയ്യുക, ഫലമായിരിക്കരുത് നിങ്ങളുടെ പ്രചോദനം. നമുക്ക് ആ ബലത്തിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം അത് നമ്മളെ അലസതയിൽ കൊണ്ടെത്തിക്കുകയും വരുത്. അപ്പം ഇതാണ് ഈ മുദ്രാവാക്യവും ഉണ്ടായിരുന്നു നമ്മൾ. അല്ലാതെ മറ്റേ
പലസ്തീന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഇന്തിഫദ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുകളെ പേടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊന്നുമല്ല. നമ്മുടെ ഭഗവത്ഗീതയും സിന്ദൂരവും. ഈ സിന്ദൂരം അണിഞ്ഞപ്പോൾ വേറെ കുറേ ആളുകളുണ്ട്, ഈ മാപ്രകൾ എന്ന് പറഞ്ഞിട്ട് അഭിഷേക് ബച്ചനും ഇവരും ഉടനെ പിരിയാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ വർഷങ്ങളായിട്ട് അവരൊരു കുടുംബജീവിതം മര്യാദയ്ക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അല്ലാതെ അവരൊരു സോഷ്യലൈറ്റ് എന്നുള്ള നിലയ്ക്കൊന്നും അറിയപ്പെടുന്നില്ല. അവരൊരുപാട് വിരുന്നുകളിലൊന്നും പോയി അങ്ങനെ നടക്കുന്ന ആളൊന്നുമല്ല. അപ്പൊ സിന്ദൂരം തൊടുമ്പോൾ വേറൊരു സന്ദേശം കൂടി കിട്ടി. ഞാൻ സുമംഗലി തന്നെ, ഞാൻ സുമംഗലിയാണ്, ഞാൻ ഭാരതീയ സ്ത്രീയാണ്, ഞാൻ ഹിന്ദുവാണ് എന്നൊക്കെ അതിനകത്ത് വായിച്ചെടുക്കാം. കാരണം മതം ചോദിച്ച് കൊല്ലുന്ന കാലത്ത് നെറ്റിയിൽ സിന്ദൂരം അണിഞ്ഞ് ഞാൻ ഇന്ത്യക്കാരിയാണ്, ഞാൻ ഹിന്ദുവാണ് എന്ന് ഉറക്കം വിളിച്ച് പറയുകയാണ്. സുമംഗലിയാണ് ഞാൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പിരിയാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഭയങ്കര സന്ദേശമാണല്ലോ അത്. ഇഷ്ടം പോലെ നോട്ടീസ് അടിച്ചു വിതരണം, അഭിമുഖങ്ങൾ അടിച്ചു വിതരണം ചെയ്യുന്നതിലും ഒക്കെ എത്രയോ ഭേദമാണ് ഒരൊറ്റ ചിഹ്നം കൊണ്ട്. അതാണ് ഇന്ത്യയുടെ ഒരു വലിയ സംഭാവന ലോകത്തിനല്ലേ, കുടുംബത്തിൻ്റെയും ഒന്നിച്ചുള്ള ജീവിതത്തിൻ്റെയും. ഇന്ന് ഞാൻ മനോരമയിൽ വായിച്ചൊരു കോളത്തിൻ്റെ അകത്തെ ഗ്രീസിൽ പോയി ഒരു വിവാഹത്തിൽ ഒരാൾ പങ്കെടുത്തതിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, മലയാളിയാണ്, 2 കൊല്ലം ലിവിങ് ടുഗദറിന് ശേഷം നമുക്ക് വിവാഹം ചെയ്യാം എന്ന് തീരുമാനിച്ചു എന്ന്. വലിയ കാര്യമാണത്. 2 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് അവരടിച്ചു പിരിയാതിരുന്നൊക്കെ. പക്ഷെ ഇങ്ങനെയാണ് ഇന്ത്യൻ സംസ്കാരം എന്ന് നമ്മൾ കരുതുന്നില്ല, ഐശ്വര്യ റായിയും കരുതുന്നില്ല. കുടുംബത്തിൻ്റെ മഹത്വം ലോകത്തിനോട് വിളിച്ചു പറഞ്ഞൊരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് പല ഇന്ത്യൻ പുരുഷന്മാരെയൊക്കെ വിദേശത്ത് സ്ത്രീകൾക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ തോന്നുന്നത്. കാരണം ഇതാണല്ലോ അവരുടെ കുടുംബം. നമ്മളിവിടെ കാണുന്ന ധാർമ്മികത എന്ന് പറയുന്ന സംഭവമുണ്ട്, എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത് അവര് ഈ ഐവറി സാരി, സിന്ദൂരം, ഗൗരവ് ഗുപ്ത ആണിത് ഡിസൈൻ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഈ വേഷങ്ങൾ മുഴുവൻ മനീഷ് മൽഹോത്രയാണെന്നും പറയാം. അതിൽ ഒരെണ്ണം ചിലപ്പോൾ മനീഷ് മൽഹോത്ര ആയിരിക്കും. കാരണം ഈ ബനാറസി ബ്രോക്കേഡ് കേപ്പ് ഡിസൈൻ ചെയ്തത് ഗൗരവ് ഗുപ്ത. പക്ഷേ ഈ സാരി ഡിസൈൻ ചെയ്തത് കദ്വ ബനാറസി ഹാൻഡ്ലൂം സാരി മനീഷ് മൽഹോത്ര. അപ്പോൾ ഈ ബനാറസി ബ്രോക്കേഡ് കേപ്പ് ഡിസൈൻ ചെയ്ത ഗൗരവ് ഗുപ്ത ഈ ഫാഷൻ മാഗസിൻ ഉണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലുത്, വോഗിനൊരു അഭിമുഖം കൊടുത്തിരുന്നു. ആ അഭിമുഖത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഈ കേപ്പിൽ മറ്റേ ഗീതയിൽ നിന്നുള്ള ശ്ലോകം ഉണ്ടായിരുന്നു. അത് അധികം ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതിങ്ങനെ ഒന്നിച്ചിങ്ങനെ വിടർന്നാലേ കാണുമല്ലോ. അപ്പൊ അതുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അയാളുടെ ഇന്റർവ്യൂവിലാണ് ഞാൻ ആ ഭാഗം വായിച്ചത്. മിനിമം മേക്കപ്പ് ആയിരുന്നു, ഒരുപാടങ്ങ് അലങ്കാരമൊന്നും വേണ്ട, ചെറിയ എംബ്രോയിഡറിയും ഒക്കെ മതി എന്ന് തീരുമാനിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു തീം ഉണ്ടായിരുന്നല്ലോ. ആ കാനിൽ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം, ഇന്ത്യൻ സംസ്കാരത്തെയും നമ്മുടെ പാരമ്പര്യത്തെയും ഉയർത്തി കാണിക്കുന്നതായിരിക്കണം, ലോകത്തിന് മുമ്പിൽ ഷോക്കേസ് ചെയ്യുന്നതായിരിക്കണം. ആ തീം എന്തായാലും ഐശ്വര്യ റായിയും അമിതാഭ് ബച്ചനും അഭിഷേക് ബച്ചനും ജയ ബച്ചനും എല്ലാം കൂടി തെരഞ്ഞെടുത്തതായിരിക്കുമല്ലോ. അതെ. കാരണം എന്താണെന്ന് വെച്ചാൽ അമിതാഭ് ബച്ചന്റെ ജയാ ബച്ചന് സാധ്യതയില്ല. ജയാ ബച്ചൻ വളരെ കുറവാണ്. ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം പെട്ടെന്ന് ഒന്നാമത് അമ്മായിയമ്മയും മരുമകളും തമ്മിൽ നല്ല ബന്ധമല്ലെന്നാണ് ഗോസിപ്പുകൾ പറയുന്നത്. പിന്നെ ആ സ്ത്രീക്ക് എന്തൊരു കുഴപ്പമുണ്ട്, അവർ ശുഭിത അല്ലാത്ത ഒരു സന്ദർഭം അവർക്കില്ല. ഇതൊക്കെ ചർച്ച ചെയ്യാൻ അവർക്ക് അവര് നമ്മുടെ സംസ്കൃതിക്കെതിരെ, ഈ BJP-ക്കെതിരെ, ഈ SP-ക്ക് വേണ്ടി ഒരുപാട്, സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി കുറെ ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ അഭിഷേക് ബച്ചന്റെയും അമിതാഭ് ബച്ചന്റെയും പേര് പറഞ്ഞിട്ട് ജയാ ബച്ചന്റെ മരുമകളാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഈ ജയാ ബച്ചൻ്റെത് ആലോചിച്ച് കിടക്കട്ടെ എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ അവരുടെ അച്ഛൻ ഒരു പത്രപ്രവർത്തകനായിരുന്നു. ഇവര് ജയബഹാദുരിയൊക്കെ ആയിരുന്ന കാലമുണ്ടല്ലോ, ബംഗാളിയൊക്കെ. അപ്പം നമ്മൾ ഒരു പത്രപ്രവർത്തകന്റെ മകളൊക്കെ ആയിട്ട് വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു സംവരണം കൊടുത്താന്ന് കൂട്ടിയാൽ മതി, ഒരു അലവൻസ് ഇളവ് ഒക്കെ കൊടുത്താണ്. അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ നമുക്ക് അവരുടെ അഭിപ്രായത്തെ തട്ടിക്കളഞ്ഞിട്ട് ഐശ്വര്യ റായ് ഇന്ത്യൻ സംസ്കൃതിയുടെ എന്നും നമുക്ക് എടുക്കാം. അതിനാണ് സാധ്യത. അങ്ങനെയും നമുക്ക് എടുക്കാം. കാരണം അവര്
ഈ ഭാഗത്തു നിന്നുള്ള ആളാണല്ലോ, തെക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ അല്ലേ, മംഗലാപുരം ഭാഗത്തു നിന്നൊക്കെ ഉള്ളവരല്ലേ അവര്. അപ്പൊ അങ്ങനെയും നമുക്ക് എടുക്കാം. എന്തായാലും കാനിൽ അവർ രണ്ടാമതൊരിക്കൽ കൂടി, മുമ്പും അങ്ങനെ തന്നെയാണ്, നമ്മുടെയൊക്കെ വേഷമൊക്കെ ധരിച്ച്, വേണമെങ്കിൽ ഹോളിവുഡിലേക്ക് ഓസ്കറിനൊക്കെ ആളുകൾ വരുന്നത് പോലെയുള്ള വേഷങ്ങളൊക്കെ ധരിക്കാൻ വേണ്ടി. അതെ അതെ, ഏറ്റവും മോഡേൺ വേഷം ധരിച്ച്. എന്നിട്ട് നമുക്ക് ചില മനഃപൂർവ്വം ചില ഭാഗങ്ങൾ മാറിപ്പോകാതൊക്കെ ഉണ്ട് ഡ്രസ്സിന്റെ, അതും വലിയ വാർത്തയൊക്കെ ആവും. ഇത്തവണ തന്നെ ഒരു ഹോളിവുഡ് നടി ഇവരുടെ കേപ്പിൽ ചവിട്ടി ഈ പുറത്തേക്ക് പറഞ്ഞ ഭാഗത്ത്. പക്ഷെ അത് അവര് സൂത്രത്തിൽ അപ്പോഴേക്കും എടുത്ത് മാറ്റി ഐശ്വര്യ റായ് അതൊക്കെ കൈകാര്യം ചെയ്തു. വേണമെങ്കിൽ ചവിട്ടിയിട്ട്, മനഃപൂർവ്വമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇവരൊരു സ്ഥലത്ത് നിർത്തുകയും ആ സൗന്ദര്യം മാറ്റിക്കളയുകയും ഒക്കെ ചെയ്യാമായിരുന്നു. ഇവർ പതുക്കെ അത് വളരെ നമ്മുടെ തന്നെ സംസ്കാരത്തിന്റെ ഭാഗമായി എടുത്ത് മാറ്റി കൈകാര്യം ചെയ്താണ് നിന്നത്. അതെ, ഏതായാലും ഐശ്വര്യ റായി, എനിക്കങ്ങനെ സിനിമകളൊന്നും ഐശ്വര്യ റായിയുടെ ഞാൻ ഒരുപാടൊന്നും കണ്ടിട്ടില്ല. ഐശ്വര്യ റായിയുടെ നമ്മൾ കണ്ടിരിക്കുന്ന മണിരത്നത്തിന്റെ ഒന്ന് വാഴച്ചാലിലെ ആ ഒരു പാട്ട് ഷൂട്ട് ചെയ്ത് വാഴച്ചാലിലാണ്. ആ ലതാ മങ്കേഷ്കർ പാടിയ ഒരു പാട്ടിന്റെ ഭാഗം മറ്റോ വാഴച്ചാലില്. പിന്നെ എനിക്ക് തോന്നുന്നു ഇരുവർ എന്ന് പറഞ്ഞ സിനിമയിൽ തിരുവനന്തപുരത്ത് ഒരഗ്രഹാരത്തിലോ മറ്റോ വന്ന് ഷൂട്ട് ചെയ്ത അതിന്റെ ഉള്ളില്. ഞാൻ അവരുടെ യന്ത്രൻ സിനിമയിലെ സീനെ ഓർക്കുന്നുള്ളൂ, അല്ല അവരുടെ സിനിമകൾ കണ്ടായിട്ട് എനിക്കറിയില്ല. ഏതായാലും ഒരു നമ്മുടെ ഭാരതീയ പൈതൃകവും സംസ്കാരവും ഉയർത്തിപ്പിടിക്കുകയും പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ സീമന്തരേഖയിൽ സിന്ദൂരമണിഞ്ഞു വന്നത് നമുക്ക് അഭിമാനകരമായ കാര്യം തന്നെയാണ്. നമ്മുടെ സംസ്കൃതിയെ മറക്കാത്ത, പാരമ്പര്യത്തെ മറക്കാത്ത ഒരു മഹതി എന്ന് തന്നെ പറയാം. ഇന്ത്യയുടെ പുറത്ത് നമ്മളൊരു ചടങ്ങിൽ പോകുമ്പോൾ ഇന്ത്യ എന്താണെന്ന് തന്നെയാണ് നമ്മൾ കാണിക്കേണ്ടത്. അല്ലാതെ ഇന്ത്യയുടെ പുറത്ത് പോയിട്ട് ഹമാസിന്റെ ഭാഗമായിട്ട് നടക്കുന്നതല്ല നമ്മുടെ സംസ്കാരം. അതാണ് അതുകൊണ്ടാണ് ഐശ്വര്യ റായിക്ക് നമ്മൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.